പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തിൽ കൂടി ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഇതിനു മുൻപ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയനും വി.ഡി. സതീശനുമെങ്കിൽ ഇപ്പോഴും അതേ ഫോർമുല, പക്ഷേ സ്ഥാനങ്ങളിൽ മാത്രമാണല്ലോ വ്യത്യാസം. ഇനി എങ്ങനെയായിരിക്കും സഭയിൽ ഇരുവരും ഏറ്റുമുട്ടുക? പിണറായി വിജയൻ പ്രതിപക്ഷത്തെ നയിക്കുമെന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തലസ്ഥാനത്ത് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച LDF സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. CPM നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കൂടിയാണ് പരിചയസമ്പന്നനായിട്ടുള്ള പിണറായി വിജയൻ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവാകുന്നത് എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന സമിതിയിൽ ഈ വിഷയം അജണ്ടയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് CPM നേതാക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വൈകാതെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യം CPM വൃത്തങ്ങളിൽ നിന്ന് സൂചനയായിട്ടൊക്കെ തന്നെയും പുറത്തു വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ A. വിജയരാഘവൻ ഉൾപ്പെടെ പങ്കെടുത്ത MA ബേബി ഉൾപ്പെടെ പങ്കെടുത്ത CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. K. രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നിരയെ നയിക്കാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ ഇനി പിണറായി വിജയൻ സഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും പ്രതിപക്ഷ ഉപനേതാവായി ആരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. CPIക്ക് നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സ്വാഭാവികമായി CPM തന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ KNPക്കോ, അതായത് KN ബാലഗോപാലിനോ അതല്ലെങ്കിൽ സജി ചെറിയാനോ നറുക്ക് വീഴാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ചുള്ള തീരുമാനം കൂടി വരിക എന്നതുകൂടി നമുക്ക് നോക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. ഇനിയിപ്പോൾ ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നമുക്ക് സഭയിൽ കാണാനായി സാധിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, പിണറായി വിജയൻ, വി.ഡി. സതീശൻ ഏറ്റുമുട്ടലുകൾ, കൊമ്പുകോർത്തലുകൾ, വാദപ്രതിവാദങ്ങൾ, പരസ്യ പോരുകളൊക്കെ തന്നെയും സഭയിൽ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും തിങ്കളാഴ്ചയോടുകൂടിയാണ് പുതിയ UDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ശേഷം വരുന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സഭയിൽ ഏറ്റുമുട്ടലുകളും കൊമ്പുകോർക്കലുകളും പ്രതീക്ഷിക്കാം. അതിനകത്ത് ഒരു തർക്കവുമില്ല. സ്വാഭാവികമായും ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നിരയിലിരിക്കുന്നത് UDF ആണ്. അതിൽ നിന്ന് മാറി UDF ഭരണപക്ഷ നിരയിലേക്ക് വരുമ്പോൾ, പ്രതിപക്ഷത്തേക്ക് LDF വരുമ്പോൾ ഒരു കനത്ത പോരാട്ടം തന്നെ സഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ CLP യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയ്ക്ക് പുറത്തേക്ക് വരുന്ന തത്സമയ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതിപക്ഷത്തെ നയിക്കാൻ അവരുടെ നേതാവായി പിണറായി വിജയനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഐക്യകണ്ഠേന തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരം. ഒരുപക്ഷെ EMSന് ശേഷം മുഖ്യമന്ത്രിയായി പിന്നീട് പ്രതിപക്ഷ നേതാവാകുന്ന രണ്ടാമത്തെ വ്യക്തിയായി പിണറായി വിജയൻ മാറുകയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇനി പ്രതിപക്ഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നുള്ളത് കൂടി കേരളം ഉറ്റുനോക്കുകയാണ്. അങ്ങനെ 61കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയും 80കാരനായ പ്രതിപക്ഷ നേതാവും ഇനി കേരളത്തെ നയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.